മുത്തുകളെ എന്തൊക്കെ നമ്മള് ഇന്നലെ വീഡിയോ അവസാനിച്ചത് ഗബാലയിൽ വെച്ചിട്ടോ. പിന്നെ അവിടുന്ന് ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മള് ഇന്ന് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമ്മളിന്ന് ബാക്കു സിറ്റി ഫുള്ള് കവർ ചെയ്യാം. നമുക്കിവിടെ ഹൈദർ അലി സെന്റർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഓൾഡ് സിറ്റി, അതേപോലെ നൈസാമി സ്ട്രീറ്റ്, ബാക്കു ബോളിവാർഡ്, പിന്നെ ഫർണിക്കുള്ളർ, അങ്ങനത്തെ ഒരു ട്രെയിൻ കയറിയിട്ട് മുകളിൽ പോകണം, ഫ്ലെയിം ടവേഴ്സ്, അങ്ങനെ ബാക്കുവിലുള്ള ഈ നഗരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളിന്ന് കാണാൻ പോവാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ പണ്ടുണ്ടായിരുന്ന കുറച്ച് എന്താ പറയുക, മതപരമായിട്ടുള്ള ഗ്രൂപ്പ്, എത്നിക് ഗ്രൂപ്പ്, അവരുടെയൊക്കെ കുറേ സ്ട്രക്ചറും ബിൽഡിങ്സും ഒക്കെ ഉണ്ട് ഇവിടെ. ഫ്ലെയിം ടവേഴ്സ് തീരെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വോയേജ്. ബാക്കു സിറ്റി ആട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്നലെ വൈകിട്ടൊക്കെ നല്ല തിരക്ക്. നമ്മളെ നാട്ടില് മറൈൻ ഡ്രൈവിലൊക്കെ പോയ പോലല്ലോ തിരക്ക്. ഹൈദർ അലിയ സെന്റർ നമ്മൾ എത്തി തുടങ്ങി. ഈ ഹൈദർ അലിയ എന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ പ്രസിഡന്റ് ആട്ടോ, അസർബൈജാന്റെ. അയാളുടെ മകനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പോൾ ഇവരുടെ ഒരു വലിയൊരു നേതാവും കൂടിയാണ് ഒരാള്, നമ്മുടെ നാട്ടില് ജിയെ പോലെ. മുത്തോണികളെ, നമ്മളിതാ ഹൈദർ അലിയാവ് സെന്റർ, നമ്മളത് ഹൈദർ അലിയാരല്ല കേട്ടോ, അലിയേവ്. ഇവിടെ വാക്കിന്റെ നമ്മളെ പേരിന്റെ ലാസ്റ്റ് ഒരു വി ചേർക്കും. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്, ഈ റഷ്യൻ, സെർബിയൻ, ഇങ്ങനെ എന്താ പറയാ, ഈ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പേരിലൊക്കെ ലാസ്റ്റ് ഒരു വിയും ഒക്കെ കാണാം. ഇപ്പോൾ ബോറക്കോവ്, അതേപോലെ സ്റ്റാൻസിയോവ്, അങ്ങനെ കുറേ പേരുകൾ ഇങ്ങനെ വി ചേർത്തിട്ട പേരാണ്. അപ്പോൾ ഇയാളുടെ ഹൈദർ അലിയവ് എന്ന് പറഞ്ഞ ആളുടെ പേരിലാണ് ഈ ഹൈദർ അലിയവ് സെന്റർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാള് മുമ്പത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഇയാള് ഈ പ്രസിഡന്റിന്റെ മകനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. അത് ഇസ്മയിൽ അലിയേവ്, അങ്ങനെ എന്തോ പേര്, അങ്ങനത്തെ ഒരു പേരാണ്. അപ്പോൾ ഉള്ളിൽ പോയോട്ടെ എന്താ അവസ്ഥ എന്ന്. ഇവിടെ എന്തൊക്കെ മ്യൂസിയം ഉണ്ട്, കാർപ്പറ്റ് മ്യൂസിയം, അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ ടെമ്പറേച്ചർ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്ത ടെമ്പറേച്ചർ ഉള്ളൂ. പക്ഷെ നല്ല കാറ്റുണ്ട്. നല്ല ആർക്കിടെക്ചറിലാട്ടോ ഇത് പണി വെച്ചേക്കുന്നത്. ഇതെന്താണ് ഇതിന്റെ പ്രചോദനം എന്നറിയില്ല, പക്ഷെ സംഭവം അടിപൊളിയുണ്ട്. കണ്ടാ, അങ്ങ് അറ്റത്ത് മ്യൂസിയം ഉണ്ടെന്നാ പറയുന്നത്. ഇതൊന്നും എൻട്രൻസ് ഇത് വഴിയായിരിക്കും. ലെറ്റ്സ് സീ. ഹൈദർ അലി സെന്ററിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. ബാക്കു സിറ്റിയുടെ ഏകദേശം മെയിൻ ഏരിയയിലാണ് ഈ ഇത് വന്നേക്കുന്നത്. മുത്തുകളെ, നമ്മളെ ടിക്കറ്റ് എടുത്തു. ഇവിടെ നിന്നായിരുന്നു ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്കുള്ള ടിക്കറ്റ്, 2 ഓപ്ഷനായിട്ട് ഉള്ളത്. ഒന്ന് മ്യൂസിയം ആൻഡ് എക്സിബിഷൻ. ഇവിടെ എന്തോ മ്യൂസിയം ഉണ്ടാവും, നോക്കി നോക്കാം, എന്തോലും ഡിസ്പ്ലേ ഉണ്ടാവുമായിരിക്കും. പിന്നെ ക്ലാസിക് കാർ, പഴയ കാറുകളില്ലേ, അത് ഞാൻ വീഡിയോയിൽ മുമ്പ് കണ്ടിട്ടുണ്ട്, ക്ലാസിക് കാർസ് ഇവിടെ ഉള്ള സംഭവം. അപ്പോൾ എന്തായാലും അത് കയറി വെക്കാം, കാരണം അത് മസ്റ്റായിട്ട് കാണേണ്ട സംഭവങ്ങൾ ഉണ്ടോ അതിൽ. ഇവിടെ വരുന്ന എല്ലാവരും ഇവിടെ കയറിയത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കും കൂടി കയറി നോക്കാം. പിന്നെ കാർഡ് പേയ്മെന്റ് എടുക്കട്ടെ ഇവിടെ എല്ലായിടത്തും. പക്ഷെ ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ അവിടെ എന്തോ കാർഡ് മെഷീൻ എന്തോ ഇഷ്യൂ കാരണം ക്യാഷാണ് ചെയ്തത്. അത്യാവശ്യം മെയിൻ ഏരിയകളിലൊക്കെ കാർഡ് പേയ്മെന്റ് ഉണ്ടാവും. അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ സർവീസ് ചാർജും അവർ ഈടാക്കും. നമ്മളെ UAE ചില ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയില്ല, മിനിമം അത്ര ഉണ്ടെങ്കിൽ കാർഡ് പേയ്മെന്റ് എന്നൊക്കെ പറയാം. അവരുടെ കുറച്ച് ഫീസ്, അങ്ങനെ കുറെ എക്സ്ട്രാ സർവീസ് ഫീസ് പറഞ്ഞ കുറെ ഫീസുകൾ ഉണ്ടാവും. അതിവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ 40 മനാത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാർഡിൽ നിന്ന് പിടിക്കുന്നത് 42.5, 42.8 അങ്ങനത്തെ മന, അങ്ങനെ ഒരു 2-3 മനാത്ത് എക്സ്ട്രാ അവർ പിടിക്കും. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എല്ലായിടത്തും ഉണ്ട് അത്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു കൺസിഡറേഷനിൽ നിങ്ങൾ ചെയ്യണം. ഭക്ഷണം കഴിക്കാൻ പോലും ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് മെനു ഒക്കെ നോക്കി, അതിൽ മാക്സിമം കോസ്റ്റ് എത്ര ഉണ്ട്, അതേ ഇൻറ്റു നമ്മൾ എത്ര ആൾക്കാർ എത്ര നേരം കഴിക്കുന്നു, അതൊക്കെ വെച്ചൊരു കോസ്റ്റ് കാൽക്കുലേറ്റ് വന്നത്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കൂടി കണക്കാക്കണം ചെയ്യുക മിസ്റ്റീരിയസ് ആയിട്ട്, കാരണം ഇങ്ങനത്തെ കോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറി നോക്കാം. ഞങ്ങളെ മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറി കേട്ടോ.
നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മ്യൂസിയമാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറേ പഴയ കാറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കി നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവം. കുറച്ച് പഴയ കാറുകളുടെ മോഡൽ, ഇത് ഏതൊക്കെ ബ്രാൻഡ് എനിക്കറിയില്ല. ഇതൊന്ന് റഷ്യൻ പഴയ മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്ത വണ്ടികളാണോ? മിലിറ്ററി വണ്ടികളല്ല, പഴയ എന്താ പറയുക, ഇവരുടെ ഗവൺമെൻറ് ഓഫീഷ്യൽസും പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന വലിയ വണ്ടികൾ തോന്നണം. ബെൻസിൻ്റെ ഒക്കെ വണ്ടികൾ കിടക്കുന്നുണ്ട് അവിടെ അപ്പുറത്ത്. അസർബൈജാൻ ഫ്ലാഗാണ് കാണുന്നത്, ബെൻസിൻ്റെ വണ്ടി. ആടാ, ഇതേതോ ഉള്ള വണ്ടിയാട്ടോ. പുളി ഇത് മറ്റേ YCT-യിലൊക്കെ നമ്മൾ കാണുന്നല്ലോ, ബാക്കിലൊക്കെ ഇരിക്കാന്ന് ഓരോ മിഷൻ തീർക്കുന്ന സമയത്ത് അങ്ങനത്തെ വണ്ടികൾ പോലെ ഉണ്ട്. ബാക്കിലൊക്കെ നല്ല സീറ്റിംഗ് ഉള്ള വണ്ടികൾ. ഇവിടെ വണ്ടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇത് റഷ്യൻ സോവിയറ്റ് ഗവൺമെന്റിന്റെ സമയത്ത് സയന്റിസ്റ്റും പാർട്ടി ഒഫീഷ്യൽസും ഉപയോഗിച്ച വണ്ടികളാണ്. അത് ഉപയോഗിച്ച ആൾക്കാരെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ വണ്ടി ആട്ടോ അത് ഉപയോഗിച്ചത്. ഇത് എന്താ എഴുതിക്കണ? ചൈക്ക gas. Was used by the first secretary of 1969 of Azerbaijan. Limousine car. പൊളി. ഇതാ പിന്നെ ഈ വണ്ടി ആട്ടാ. ഈ വണ്ടി നോക്കിയോ, ഇതേതാ വണ്ടി? ഡിസിൽ 41047. ഓക്കെ, ഇതും USSR സമയത്ത് അവർ യൂസ് ചെയ്ത വണ്ടി തന്നെയാണ് കേട്ടോ. Maybach and Rolls-Royce were also known outside. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ 1980 മുതൽ 82 വരെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സെൻട്രൽ കമ്മിറ്റി ഓഫ് അസർബൈജാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയാ, സോവിയറ്റ് യൂണിയൻ സമയത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അസർബൈജാൻ ഫ്ലാഗും ഒക്കെ. മെഴ്സിഡീസ് ബെൻസിൻ്റെ 600 സെൽ പുൾമാൻ, ജർമ്മൻ വണ്ടിയാണ്. വണ്ടി നല്ല നീളമുള്ള വണ്ടി കേട്ടാ, നല്ല നീളമുണ്ട്. ഇങ്ങനെ YCT-യിലേക്ക് പോകുന്ന പോലെ നല്ല എന്താ പറയുക, നമ്മുടെ ഇവിടെ നമ്മൾ പോകുന്ന വണ്ടി ഇതാട്ടോ. അത് പ്രൈം മിനിസ്റ്ററും പ്രസിഡൻസും ഒക്കെ അവർ റിപ്പബ്ലിക് ഡേ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, അവർ ഇങ്ങനത്തെ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. വിത്ത് കോൺവോയ്, ഫ്രണ്ടിലും ബാക്കിലും കോൺവോയ് ഒക്കെ ആയിട്ട്. ഇതിൻ്റെ ലേറ്റസ്റ്റ് വണ്ടികളാണ് അവർക്ക് യൂസ് ചെയ്യുന്നത്. ഇത് മെഴ്സിഡീസ് ബെൻസിൻ്റെ വേറൊരു മോഡൽ 600 SEL. മിലിറ്ററി വണ്ടി വന്നു. മിലിറ്ററി പ്രസിഡന്റ് ഓഫ് അസർബൈജാൻ ഹൈദർ അലിയേവ്. ഓക്കെ, ഹൈദർ അലിയേവ് യൂസ് ചെയ്ത വണ്ടി അതൊക്കെ. അയാളെ തോന്നുന്നു ഹൈദർ അലിയേവ് ആയിരിക്കും തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ. നൈസ്. ഇതാണ് വണ്ടി, മെഴ്സിഡീസ് ബെൻസിൻ്റെ വണ്ടിയാണ്. പക്ഷെ അത് ലെങ്ത് മറ്റേൻ്റെ അത്ര ഇല്ല. ഇവിടെ ഉണ്ട് അസർബൈജാനീസ് കാർപ്പറ്റ്. ഇവരുടെ കാർപ്പറ്റ് ഭയങ്കര ഫേമസാണ്. എനിക്ക് തോന്നുന്നു ഹാൻഡ് മെയ്ഡ് ആണോ മെഷീൻ മെയ്ഡ് ആണോ അറിയില്ല. പക്ഷെ അസർബൈജാനി കാർപ്പറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഹോട്ടലിൽ നമ്മൾ ഈ ഡൈനിങ് ഏരിയയിൽ പോലും അല്ലേ? അതെ. പിന്നെ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും എല്ലായിടത്തും ഇവരുടെ കാർപ്പറ്റും ഇവരുടെ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ, നമുക്ക് മറ്റുള്ള ഏരിയയിൽ പോയി നോക്കാം. ഞങ്ങളെ താഴ്ന്ന് കയറി. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹൈദർ അലിയാവ്. ഇതാ പറയല വീനത, നമ്മൾ ഹൈദർ അലിയാർ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാ അല്ലേ. പക്ഷെ ഇവിടെ ഹൈദർ അലിയേവ് എന്നുള്ള ഇവരുടെ ഒരു ചിലപ്പോൾ ലാംഗ്വേജിൽ അവർ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും. മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം ഈ കാണുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇത് മൊത്തം ഇയാളുടെ ഈ ആൽബം ഉണ്ടല്ലോ. ഇപ്പോൾ ഓരോ വർഷം ഇയാളുടെ ഫോട്ടോ ആണിത്. ഇപ്പോൾ 1947 ഫോട്ടോ ആണിത്. അങ്ങനെ ആള് ചെറുപ്പമായിട്ട് വരുന്ന സമയത്തുള്ള 1939 ഫോട്ടോ കാണിച്ചത് നിങ്ങൾക്ക് ഉണ്ടോ? ആള് ചുരുക്കനായി. 1930 അയാളുടെ ഏറ്റവും ചെറുപ്പകാലം, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ ഇത്. അങ്ങനെ ഇയാളുടെ ലൈഫിലുള്ള എല്ലാ മെയിൻ ഫോട്ടോസുമാണ്
ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ടോ അസർബൈജാനിലുള്ളൊരു ഹിൽ സ്റ്റേഷൻ എന്തോ ഒന്നും അറിയില്ല എന്ത് സംഭവം എന്ന്. മൗണ്ടെയിൻ. ഇതാണ് ഹൈദർ അലിയാവ് ഫാമിലി. കുട്ടിയായിരിക്കണം, 1930 ഫോട്ടോ ആണ്. ഈ കുട്ടിയായിരിക്കണം ഹൈദർ അലിയാവ്. പിന്നെ ഇവരുടെ അവരെ ഫോട്ടോസും ഹൈദർ അലിയാവ് സ്കൂളിലല്ലേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉള്ള ഫോട്ടോസാണ്. റിലേറ്റീവിൻ്റെ കൂടെയുള്ള ഫോട്ടോ. അതേപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത് സീനിയർ ലെഫ്റ്റനൻറ്റ് 1952 ആള് നിൽക്കുന്ന സമയത്ത് കേണലായിരിക്കുന്ന സമയത്തുള്ള ഫോട്ടോ. അന്ന് അസർബൈജാൻ SSR എന്ന് അറിയപ്പെടും. അസർബൈജാൻ എനിക്ക് തോന്നുന്നു സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, റഷ്യയുടെ ഭാഗമായിരുന്നു, സോവിയറ്റ് യൂണിയൻ്റെ ഭാഗം. പഴയ ഇവരുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അത്യാവശ്യം അറ്റം വരെ ഉണ്ട് കേട്ടോ. സ്ക്രീനായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മ്യൂസിയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇന്നലെ പറഞ്ഞ പോലെ അസർബൈജാൻ്റെ ഒരു ശത്രു രാജ്യമാണ് അർമേനിയ. ഇവർ തമ്മിൽ ഒത്തിരി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രം ഈ മ്യൂസിയത്തിൽ കാണുന്നുണ്ട്. ഓരോ ടൈം ലൈനിലും ഇവർ അച്ചീവ് ചെയ്ത ഓരോ കാര്യങ്ങളും, അതേപോലെ അസർബൈജാൻ്റെ ചരിത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും എന്താ സംഭവം എന്ന്. അപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ളത്. ഇവരുടെ തന്നെ ഫുള്ള് ഹിസ്റ്ററിയാണ്. ട്രഷേഴ്സ് ഓഫ് അസർബൈജാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരു സെക്ഷൻ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ട്. നൂലേറ്റ് ക്രിയേറ്റ് ചെയ്തേക്കാം. ത്രെഡ് വർക്ക്, അത് നല്ല, എനിക്ക് തോന്നുന്നു ഇവരുടെ മാപ്പാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അടിയിൽ കണ്ട അസർബൈജാൻ്റെ മാപ്പാണിത്. കണ്ടോ, ഈ സംഭവം അസർബൈജാനായിട്ട് ലിങ്ക് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മല്ലേ, അസർബൈജാൻ്റെ ഒരു കൺട്രി, ഇതിന് നടുക്ക് അർമേനിയാണ്. ഈ അർമേനിയുടെ ഇപ്പുറത്താണ് അസർബൈജാൻ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് വഴിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരേണ്ടി വരും. നടുക്കൂടെ അർമേനിയെ. അപ്പോൾ അസർബൈജാൻ ചെറിയൊരു ഭാഗം അർമേനിയുടെ ഉള്ളിലുണ്ട് ഇവരുടെ. ഉണ്ടോ, ടോപ്പിലും അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത്. വലിയൊരു മ്യൂസിയം കേട്ടോ. ഇവരുടെ അസർബൈജാനീസ് തനതായ ഡ്രസ്സാണ്. സക്കത്താല, ഷിർവാൻ, നക്ചിവാൻ. പിന്നെ അവരുടെ കാർപ്പറ്റ് കണ്ടോ, ഇത് ഇവരുടെ ഒരു പ്രത്യേക സ്റ്റൈലാട്ടോ. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. കാർപ്പറ്റിന് ഫോക്കസ് ചെയ്തിട്ട് അസർബൈജാനിൽ അത്യാവശ്യം സ്റ്റൈൽ നോക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, ധാര ചെയ്തെന്നൊക്കെ. കാർപ്പറ്റിനായിട്ട് ഒരു ഏരിയ മൊത്തം അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പല കളറിൽ, പല ഡിസൈനിൽ, പല മോഡല്. അതിൽ തന്നെ പല ഗ്രൂപ്പുകളായിട്ടുള്ള ഇവരുടെ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്ത മോഡൽസ് ആട്ടോ. അപ്പം ഇത് കുബ ഗ്രൂപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് കുബ ഗ്രൂപ്പ് തന്നെയാണ്. അത് വേറെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നത് ഗറബ ഗ്രൂപ്പ്. മക്കളെ ഇതൊക്കെ ഇവരുടെ ഇൻസ്ട്രുമെന്റ്സ് ആട്ടോ. അത് ഇൻസ്ട്രുമെന്റ്സ് ഇട്ട് നോക്കാം നോക്കാം. അതേപോലെ കൊട്ടാൻ പറ്റുമത്. നമ്മളിപ്പോ നിന്നാ മതി കേട്ടോ. ഇവിടെ പോയി നിന്നാ മതി. നിന്ന സൗണ്ട് വരും. ഇവിടെ താഴെ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്, അവിടെ പോയി നിന്നാ മതി. അപ്പൊ സൗണ്ട് വരും. ഇതൊന്ന് സെൻസ് ചെയ്യാൻ തോന്നുന്നു, ആളെ സെൻസ് ചെയ്യാൻ തോന്നുന്നു. കുട്ടി മുകളിലേ ഒരു സെൻസർ ഉണ്ട്. പൊളിച്ചു, നല്ല ടെക്നോളജിയാ. ഇനിയിപ്പോ ഇവിടെ വന്നു ഉണ്ടാവും, ഇതിന്റെ സൗണ്ട് വന്നു. ഓരോ ഇൻസ്ട്രുമെന്റിനും സൗണ്ട് അവിടെ പോയി നിന്നാ മതി. ഓള് സെൻസ് ചെയ്യാതെ. നമ്മൾ നാസിക് ഡോളൊക്കെ പോലെ ഉള്ള സൗണ്ടാ.
അടിപൊളിയായിട്ടാ. ഇനി ഇവിടെ ഈ സംഭവം ഇവിടെ നിന്ന് സെൻസ് ചെയ്യും. ആ ഫ്ലൂട്ട് കേട്ടാ. ആ കണ്ട, ഇത് മൂന്ന് സാധനം കേട്ടാ. എന്തൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് നിന്നാ മതി. അതെന്താന്ന് വെച്ചാൽ ഇത് മുകളില് സെൻസേഴ്സ് ഉണ്ട് ഓരോന്നിനും മുകളിലും. അതിനടിയിൽ കാർപ്പറ്റ് ഉണ്ട്. ആ കാർപ്പറ്റിൽ പോയി നിന്നാ മതി. അപ്പൊ അതിന്റെ സൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് നല്ല ടെക്നോളജി ആട്ടോ സത്യത്തിൽ പറഞ്ഞാല്. അടിപൊളി. പഴയ പാത്രങ്ങൾ ഇവർ യൂസ് ചെയ്യുന്ന ചെമ്പുകളും ഉരുളി പോലത്തെ പാത്രങ്ങളാണ്. ഇതിലാണ് ഇവർ കറി വെച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ ചൂടുവെള്ളം കണ്ടാ. ഇതാണ് അലാവുദ്ദീൻ അത്ഭുത വിളക്ക്. കണ്ടത് അത്ഭുത വിളക്ക് ഹുക്കാണ്. ഹുക്ക എന്താ പറയുക, വലിക്കുന്ന മറ്റേ പുക വലിക്കതേ ആ സംഭവം. അത് അല്ലേ? അതല്ല അല്ല, ഇതാ തന്നെ കേട്ടാ. മറ്റേ ജഗ് പോലത്തെ സംഭവം തന്നെ. ഇത് ശരിക്കും ഹുക്കയുടെ ഒരു മോഡലുണ്ട് ഈ മോഡലിൽ കാണുന്നത്. നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെ വാളൊക്കെ ഉണ്ട്, അരയിൽ കിടക്കുന്ന വാള്. ഒരു യൂസ് ചെയ്യുന്ന പണ്ടത്തെ സ്വാഡും അരപ്പട്ട, അരയിൽ കെട്ടുന്ന നെറ്റിയിൽ കെട്ടുന്ന കുറേ ഐറ്റംസ് ആട്ടത്. അര കൊള്ളാം. ഒത്തിരി കൾച്ചറൽ ഡൈവേഴ്സ്ഡ് ആണ് ഇവരുടെ. ഇതൊരു മിക്സ് ഓഫ് കൾച്ചറാണ് അസർബൈജാൻ എന്ന് പറയുന്നത്. ഒരു തുർക്കിഷ്, റഷ്യൻ, പേർഷ്യൻ, പിന്നെ ഇവർ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നു. പട്ടുപാതല്ലേ, യൂറോപ്പിനെയും ചൈനയൊക്കെ കണക്ട് ചെയ്ത, ഇന്ത്യയൊക്കെ കണക്ട് ചെയ്ത ഇതിൻ്റെയൊക്കെ ഒരു ഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഒരുപാട് ചരിത്രം പറയുന്ന രാജ്യത്തിൽപ്പെട്ട ഒന്നാണിത്. ഇവരുടെ പഴയ കറൻസി ആണോ എന്ന് സംശയമുണ്ടത്. ഇതെന്താ സംഭവം എന്നറിയില്ല. കറൻസി ആണത്. മണി, പേപ്പർ മണി. താഴെ കാണുന്നത് കോയിൻസ് ആട്ടാ, ഇവരുടെ ചെറിയ കോയിൻസ്. നാട്ടിലെ എടക്കൽ ഗുഹയില് മറ്റേ കാർവ് ചെയ്ത് വെച്ചേക്കുന്നില്ല, മറ്റേ സിംഹം പോലെ ഓരോ മൃഗങ്ങൾ, കടുവടൊക്കെ പോലെ, അതുപോലൊക്കെ ഇവരുടെ കാർവ് ചെയ്ത് വെച്ചേക്കുന്ന ഫോട്ടോസാണ് ഇതൊക്കെ. കണ്ടാ, തിരി അങ്ങനെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ കുറച്ച് ചെറിയ പാർട്സുകളാണ് ഇവിടെ കാണുന്നത്. ഞാനേ വിചാരിക്കാത്ത ഒരു സംഭവം ഇവിടെ കണ്ടു. അപ്പം അത് കാണിച്ചു തരാം. അപ്പോൾ ഇവരുടെ കുറേ കൾച്ചറലായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, പല സ്റ്റാച്യൂസും പലതും നമ്മൾ ഡസ്റ്റഡാണ്ട സ്റ്റാച്യൂസും പ്രതിമകളൊക്കെ ഉണ്ടാവാറില്ലേ. അതുപോലെയൊക്കെ തന്നെ ഇപ്പം നമ്മളിത് അംഗീകരിച്ചു കൊടുക്കണം. കാരണം അവരുടെ കൾച്ചറാണ്. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ചിത്രകല കേട്ടോ, ചിത്രകല. അപ്പോൾ ആൾക്കാർ വരച്ചതാണ്. കണ്ടോ, ഇത് ആൾക്കാർ വരച്ചതാണ്. നല്ല ക്രിയാത്മകമായിട്ട് വരച്ചിട്ടുണ്ട്. കലാമൂല്യമുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഉണ്ടാ സിഗരറ്റ് കളിക്കുന്ന അതാ രസം. കള്ളൻ താഴെ കണ്ടല്ലേ അവൻ നിക്കുന്ന. ശേഷേ ഇവർക്ക് എന്ത് കലാബോധം ഉള്ളല്ലേ. വെറുതെ അല്ല. വെറുതെ അല്ല, അവര് പൈസ, മറ്റേ മ്യൂസിയത്തിനെ കുറിച്ച് പൈസ കൂടുതൽ ആൾക്കാരും കൊള്ളാം കേട്ടോ. ഇത് പഴയ കാലത്തെ ബാത്ത് ടബാന്ന് തോന്നുന്നു. അപ്പൊ അവര് വിളിക്കണം. പക്ഷെ ഇത് ചിത്രകലയാട്ടോ. നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യണം അവരുടെ കലകള്. മോശം പറയാൻ പാടില്ല. നല്ല നല്ല ഫോട്ടോസ് വേറെ ഉണ്ട് കേട്ടോ. നമ്മള് നല്ല ഫോട്ടോസിന് നല്ലത് പറയണല്ലോ. ഉണ്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. ഹായ് ഷുണ്ടാപ്പി, നീ എവിടെ നോക്കിയിരിക്ക? ശരി, ഇവിടെ നോക്കിയിരിക്കുക. അവിടെ ഒരു ആള് ചാടി മരിക്കാൻ പോകുന്നു വീട്ടിന്റെ മുകളിൽ. ഇതിൽ പറയാൻ എന്താ അറിയാമോ, ഇതിൽ ക്ലോസറ്റേ ഭയങ്കര ചെറുതാ, കുറച്ച് വലുതാക്കണത്.
കസ്റ്റമൈസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ബുദ്ധിമുട്ടാവില്ല അത്. ശരിക്കേ ഇത് ചിത്രകല കേട്ടോ, നമ്മളിതിന് മോശമായിട്ടൊന്നും പറയാൻ പാടില്ല. ചിത്രകലയാണ്. നമ്മുടെ നാട്ടിലും ആൾക്കാർ എസ്തെറ്റിക്കായിട്ട് വരക്കുന്നുണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ. അപ്പം കാണുമ്പോൾ നമുക്കൊരു ചിരി വരുന്നുണ്ടെങ്കിലും ഇതൊരു കലയാണത്. അപ്പൊ നമ്മ കലയെ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്നാലും ഇങ്ങനെയൊക്കെ വരക്കാൻ പാടുള്ളൂ. അല്ല, അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മള്. എന്നാലും ഇവിടെ എന്തോ ഒരു സംഭവം, എന്താ സംഭവം എന്നറിയില്ല. ഇതിനൊരു എന്തോ ഒരു ഫിസിക്സുമായി ബന്ധപ്പെട്ട സംഭവമാണ്. കറക്റ്റായിട്ട് കാറ്റും എല്ലാം കൂടി ചേർത്തിട്ട് അത് ഇതിന്റെ മുകളിൽ നിന്ന് എന്തോ കാറ്റ് പറക്കാണ്. ഇതിന്റെ ടോപ്പിലേക്ക് പോകും മുകളില്. ആ സംഭവം പോകൂല, വേറെ പുറത്തോട്ട് പോകില്ല. ഈ റൗണ്ടിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ മുകളിൽ നിന്ന് കളിക്കുക. കുറെ നേരമായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക അവിടെ. അതൊക്കെ താഴെ പോയിട്ടാ, അത് പിന്നെയും തിരിച്ചിട്ട് കയറി വരും. പിന്നെ അത് മുകളിലോട്ട് പോയി. എന്തോ സെറ്റപ്പ് ആണ് ഇവര് ഫിസിക്സുമായി ബന്ധപ്പെട്ട എന്തോ ആപ്ലിക്കേഷൻ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ശരിക്കും ക്ലാസിക് ആർട്സിന്റെ ഒരു കണക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. നമ്മൾ മെയിൻ ക്ലാസിക് ആർട്സിന്റെ ഏരിയയിലോട്ട് പോയിട്ടില്ല, പക്ഷെ ഈ ഏരിയയിൽ തന്നെ 1-2 കാറുകൾ ഉണ്ട് ഇവിടെ. ഈ വണ്ടി അത് ഇതാണ് ഈ കാണുന്നത്. ഇതിൽ താഴെ എഴുതി വെക്കുക, Ask the man who owns me. ഓ, തഗ് ഡയലോഗ്. ചെടികളുടെ വള്ളിയിൽ പ്ലാസ്റ്റിക് ചെടികളാണ് അല്ലേ? ഒറിജിനൽ അല്ല, ഇത് ഒറിജിനൽ ആയിരിക്കും താഴത്തെ, പക്ഷെ മുകളിലുള്ള പ്ലാസ്റ്റിക്കാ. ഒറിജിനൽ അല്ലേ? പൊട്ടിക്കണ്ട. ഒറിജിനലാ. പക്ഷെ ഇവിടെ ഇത് മുകളിൽ കണ്ടിട്ട് പ്ലാസ്റ്റിക് പോലെ തോന്നി, പക്ഷെ ഇല്ല, അത് ഒറിജിനലാന്ന് തോന്നുന്നു. ഇതിനുള്ളിലേക്ക് ശ്വാസം കിട്ടാൻ വേണ്ടിട്ട് ഓക്സിജൻ അല്ലേ? ഇത് ജസ്റ്റ് ഡിസൈനിന് വെച്ചാടി ഭംഗിക്ക്. ഈ സംഭവം കണ്ട, ജസ്റ്റ് ഇതിങ്ങനെ നമ്മളെ കുറച്ചിട്ട് കണ്ടാ ഹൈദരാലിയാവിന്റെ ഫോട്ടോ ഇങ്ങനെ വരും. ഉണ്ടാ വന്ന് 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 ഇവിടെയാണ് അതിന്റെ കറക്റ്റ് പെർഫെക്ഷൻ. ഗായ്സ്, ഞാനേ ക്ലാസിക് കാർ മ്യൂസിയത്തിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്ലാസിക് കാർസിന്റെ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് ഉണ്ട്, ജസ്റ്റ് ടിക്കറ്റ് അവിടെ സ്കാൻ നമുക്ക് അകത്ത് കയറി നോക്കി നോക്കാം. മുമ്പ് ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരുപാട് വെറൈറ്റി വേൾഡിലെ പല ക്ലാസിക് കാർസിനെയും കളക്ഷൻസ് ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് പോയൊക്കെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ലെറ്റ്സ് സീ. എന്റെ മോനെ രക്ഷയില്ലട്ടാ, കുറേ കളക്ഷൻസ്, പഴയ മോഡല്, നമ്മളെ പഴയ രാജാക്കന്മാര് 80s-ലും 70s-ലും 90s-ലൊക്കെ സഞ്ചരിച്ച വണ്ടികളാണ്. ഇത്തിരി കളക്ഷൻസ് ആണ് കേട്ടാ. ഉള്ളി വണ്ടി. ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വായിച്ച വേൾഡ് വാർ 1 യൂസ് ചെയ്ത വണ്ടിയാ. നമ്മളെ ഐസിൽ ഉപയോഗിക്കുന്ന, സ്നോയിൽ ഉപയോഗിക്കുന്ന വണ്ടി കേട്ടോ. ടയറൊക്കെ കണ്ടോ? T-Ford. During the winter, we put it on the market during the winter. വേറൊരു മോഡൽ വണ്ടി, ഒത്തിരി കളക്ഷൻസ്.
ലിമോസിന്റെ വലുപ്പം നോക്ക്. സീൻ രണ്ട് സൈഡ് ലിമോസിൻ. ഇത് മറ്റേ ഇതിന്റെ വണ്ടിയല്ലേ, കാഡിലാക്കിന്റെ വണ്ടിയാ അത്. അവിടെ എന്ത് കാഡിലാക്കിന്റെ വണ്ടി അത് അതന്നെ. കാഡിലാക്ക് ലിമോസിൻ. കമ്പനിയുടെ പേരാ വണ്ടിയുടെ കമ്പനിയുടെ. ഇത് നമ്മളെ ശരിക്ക് അംബാസഡർ കാറില്ലേ, അതിന്റെ ഒക്കെ ഒരു ടച്ച് വരുന്ന സംഭവം. അടിപൊളിയാട്ടോ അല്ലേ, സെറ്റപ്പ് കൊള്ളാം. ബെൻസിന്റെ ആ സെയിം മോഡൽ തന്നെ ബെൻസിന്റെ മെഴ്സിഡീസിന്റെ വണ്ടി. അത് ഷെല്ലിന്റെ ഫ്യൂവൽ അടിക്കുന്ന സെന്റേഴ്സ് വന്നു കേട്ടോ. ഇതൊക്കെ റോൾസ് റോയ്സിന്റെ വണ്ടി പുളി 1956 ആട്ടോ. ആ ലോകം അന്നും ഉണ്ട് കേട്ടോ അവരുടെ. ഈ വണ്ടി കണ്ട, ഇതേ നമ്മുടെ ട്രാഫിക് പോലീസൊക്കെ ഉപയോഗിക്കുന്ന പഴയ മോഡൽ വണ്ടി. ശരിക്കും ഇത് റഷ്യൻ അല്ല, സോവിയറ്റ് യൂണിയൻ സമയത്ത് ഉപയോഗിച്ചിരുന്ന സംഭവം തോന്നുന്നു. അവരുടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് കേട്ടോ, അരിവാൾ ചുറ്റിക നക്ഷത്രം. അതേപോലെ ആംബുലൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ ആംബുലൻസ്. ഇതാണ് പണ്ടത്തെ ആംബുലൻസ്. ഇതും ഗ്യാസിന്റെ വണ്ടി തന്നെയാണ്. ഉൾഭാഗം കാണിച്ചതാ, പിന്നെ ബോഡിയൊക്കെ വെക്കണത് ഇതിന്റെ ഉൾഭാഗത്താട്ടോ. ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാം. ആളവിടെ കിടത്താം. അടിപൊളി. ഇതണ്ട വണ്ടി കയറ്റാണ്. അതിനപ്പുറത്ത് കണ്ട ഫയർ ഡിപ്പാർട്ട്മെന്റ്, നമ്മളെ നാട്ടിലെ ഫയർഫോഴ്സ് പോലെ ഉപയോഗിക്കുന്ന വണ്ടിയാട്ടാ. അടിപൊളി വലിയ വണ്ടി. ഇതിലൊക്കെ വെള്ളം കുഴലൊക്കെ കാണാനുണ്ട്. ഇതൊക്കെ വെള്ളം വെക്കാനൊക്കെ തോന്നുന്നു ബാക്കിൽ. നൈസ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ അങ്ങനെ പണ്ടത്തെ ഓണി.